അൾട്ടിമേറ്റ് CS2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചാപ്റ്റർ 10 എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ബെനിഫിറ്റ്സ് ഓഫ് ERP സിസ്റ്റം. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ളതാണ്. 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തൊക്കെയാണ് ERP സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്നാണ്? Improved resource utilization, better customer satisfaction, provide accurate information, decision making capability, increased flexibility, അതുപോലെ തന്നെ information integrity. അപ്പോൾ അത് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബെനിഫിറ്റ്സ് ഓഫ് ERP സിസ്റ്റം എന്ന് പറയുന്നത്. വാട്ട് ഈസ് SCM? അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനകത്ത് നമുക്ക് സപ്ലയറിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് തൊട്ട് നമ്മുടെ കസ്റ്റമറിന് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് വരെ അതിനിടയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ സപ്ലൈ ചെയിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, വെയർഹൗസ് മാനേജ്മെന്റ്, കസ്റ്റമർ സർവീസ്, ഇതെല്ലാം ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോ ഇത് റിലേറ്റഡ് ERP റിലേറ്റഡ് ടെക്നോളജീസും ഇതുപോലെ ഡിഫൈൻ ചെയ്യാനിട്ട് അല്ലെങ്കിൽ വാട്ട് ഈസ് SCM, വാട്ട് ഈസ് CRM എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് MIS. MISന്റെ ഫുൾ ഫോം ആണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഡിഫൈൻ BPR, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഇസ് അനാലിസിസ് ആൻഡ് റീഡിസൈൻ ഓഫ് വർക്ക് ഫ്ലോ വിത്തിൻ ആൻ എന്റർപ്രൈസ്. ഒരു എന്റർപ്രൈസിനകത്ത് നമുക്ക് അതിന്റെ ബിസിനസ് പ്രോസസ്സിന് എന്തെങ്കിലും ചേഞ്ചസ് വേണമോ വേണ്ടയോ എന്നുള്ള അനാലിസിസ് ആണ് ഈ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിൽ നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ERP. ഓപ്പൺ സോഴ്സ് ERP എന്ന് പറയുന്നതാണ് ഒഡോ എന്ന് പറയുന്നതാണ് ഓപ്പൺ സോഴ്സ് ERP എന്ന് പറയുന്നത്. SAP സ്റ്റാൻഡ്സ് ഫോർ സിസ്റ്റംസ് ആപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡക്ട്സ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ്. ഇതുപോലെ എല്ലാത്തിൻ്റെയും ഫുൾ ഫോംസ് ചോദിക്കാറുണ്ട്. DSS സ്റ്റാൻഡ്സ് ഫോർ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഡിഫൈൻ ദ ഫോളോയിങ് ERP റിലേറ്റഡ് ടെക്നോളജി CRM. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് CRM എന്ന് പറയുന്നത്. CRM എന്ന് പറയുകയാണെങ്കിൽ കമ്പനിയുടെ സിറ്റുവേഷൻസും അതുപോലെ തന്നെ കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള ഒരു അപ്രോച്ചാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Then write short note on MIS, Management Information System. Management Information System is an integrated system of man and machine for providing information to support the operations, management and decision-making functions in an organization. ഒരു ഓർഗനൈസേഷനിലെ ഡിസിഷൻ മേക്കിങ്ങിനെയും അതുപോലെ എല്ലാ ഓപ്പറേഷൻസിനെയും നമ്മുടെ മൊത്തമുള്ള കൺട്രോളിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. മാനും മെഷീനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തെയാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. Write short note on SAP. SAP stands for System Applications and Product for Data Processing. അപ്പോൾ അതിൽ നമുക്ക് ഈ ERP കൂടാതെ അവർക്കുള്ള സർവീസുകളാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, SCM, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നതൊക്കെ. ഇനി എക്സ്പ്ലെയിൻ എനി ടു ERP റിലേറ്റഡ് ടെക്നോളജീസ്. ഏതെങ്കിലും ERP റിലേറ്റഡ് 2 ടെക്നോളജി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എണ്ണം എന്താണെന്നുള്ളത് പറയുക. അതിൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ CRM, SCM, MIS, DSS. ഇതിലേതെങ്കിലും 2 എണ്ണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് BPR ഇൻ ERP ഇംപ്ലിമെന്റേഷൻ. അതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ BPR ഈസ് റിലേറ്റഡ് ടു ERP. BPR എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു റീതിങ്കിങ് ആൻഡ് റീഡിസൈനിങ് ഓഫ് ബിസിനസ് പ്രോസസ് ടു അച്ചീവ് ദ ഇംപ്രൂവ്മെന്റ്സ് ഇൻ പെർഫോമൻസ് ആണ്. നമ്മുടെ എന്റർപ്രൈസിന്റെ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ റീഡിസൈൻ ചെയ്യണമോ എന്നുള്ളൊരു അനാലിസിസ് ആണ് BPRൽ ചെയ്യുന്നത്. BPR എന്ന് പറയുന്നത് EPRന്റെ ഒരു ഫേസ് ആണ്. ഇംപ്ലിമെന്റ് ചെയ്യാൻ ERP ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഫേസ് ആണ് BPR എന്ന് പറയുന്നത്. ERP ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ ഒരു ERP നമ്മുടെ എന്റർപ്രൈസിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള അനാലിസിസ് ആണ് ഈ BPRൽ ചെയ്യുന്നത്. ചില കേസുകളിൽ നമുക്ക് അങ്ങനെ ഒരു ERPയുടെ ആവശ്യമില്ല എന്നുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ERP പിന്നെ അവിടെ ഫർദർ മുന്നോട്ട് പോവില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ചില കേസുകളിൽ നമുക്ക് ചിലപ്പോൾ BPRും ERPയും ഒരേപോലെ തന്നെ ഒരുമിച്ച് തന്നെ അപ്ലൈ ചെയ്യാറുണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ERPയുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. സെലക്ഷൻ ERP പാക്കേജ് ഈസ് വെരി ക്രൂഷ്യൽ ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ERP സിസ്റ്റം. ഗിവ് എ ഷോർട്ട് നോട്ട് ഓൺ എനി 4 പോപ്പുലർ ERP പാക്കേജ്. ഏതെങ്കിലും 4 പോപ്പുലർ ERP പാക്കേജ്
പാക്കേജസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ERP പാക്കേജ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ക്രൂഷ്യൽ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ERP സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത് വളരെ ഹൈ കോസ്റ്റ് വരുന്ന ഒരു സംഭവമാണ് ERP ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് സിസ്റ്റംസ് കുറെ പർച്ചേസ് ചെയ്യേണ്ടി വരും, നെറ്റ്വർക്കിംഗ് ഫെസിലിറ്റീസ് കൂട്ടേണ്ടി വരും, സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ ഓർഗനൈസേഷന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ERP പാക്കേജ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ 4 എണ്ണമാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒഡോ ഓപ്പൺ സോഴ്സ് ആണ്. ടാലി ERP എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ അതിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ SAP എന്ന് പറയുന്നത് സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രൊഡക്റ്റ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അവർക്ക് അത് കൂടാതെ ഉള്ളതാണ് CRM, അതുപോലെ SCM എല്ലാം അവർക്ക് അവരുടെ കയ്യിൽ ഉള്ളതാണ്. പിന്നെ ഒറാക്കിൾ എന്ന് പറയുന്നത് മെയിൻലി ഡാറ്റാബേസ് സിസ്റ്റമാണ്. അവർ ERP പാക്കേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് മോഡ്യൂൾ അവരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് മോഡ്യൂൾ അവർക്ക് അവൈലബിൾ ആണ്. പിന്നെ ഫർദർ എന്ന് പറയുന്നത് CRM സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒക്കെയാണ്. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.